അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, വളരെ സങ്കടകരമായ ഒരവസ്ഥ നിങ്ങളോട് ഉണർത്താൻ വേണ്ടിയാണ് എൻ്റെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞ് ഫിറോസ് സുശാന്ത് നിലമ്പൂർ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. വളരെ സങ്കടകരമായ അവസ്ഥയായിരുന്നു ആ വീഡിയോ. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് തരാം. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരേന്ത്യയിലല്ല, ഇതാണ് വീഡിയോ. ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റത്ത് താമസിക്കുന്ന ബിന്ദിയുടെ വീട്ടിലാണ്. അവളുടെ വീട്ടിലെ ടോയ്ലറ്റ് ആണത് എനിക്ക് പുറകെ കാണുന്നത്. കാണിച്ചു. എൻ്റെ പേര് ബിന്ദിയ. ഞാൻ തൊടുപുഴ വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് 6 വർഷമായിട്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളത്. അച്ഛക്ക് ലിവറിന് കംപ്ലൈൻ്റ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ കരഞ്ഞു പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു വീഡിയോ കോൾ ചെയ്തത് ഒരു ചങ്ങാതി സഹായിക്കാന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയുടെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് ഈ കോലത്തിലുള്ള വീഡിയോ കോളിൽ വീഡിയോ ഓൺ ചെയ്ത ഉടനെ തന്നെ അവരവൻ്റെ ലൈംഗിക ആസക്തിയെ തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഈ നമ്പറും കൊടുത്തിട്ടുണ്ട്, 09687951444047 എന്ന്. ഇത് 1-2 തവണ മാത്രമല്ല കേരളത്തിൽ അരങ്ങേറത്. ഇതിനു മുൻപ് ഫിറോസ് കുന്നുംപറമ്പ് വീഡിയോ ചെയ്തപ്പോൾ അതിലുമുണ്ടായിരുന്നു സഹായിക്കാൻ എന്ന വ്യാജേനെ വീഡിയോ കോളിലൂടെ ദൈന്യത മനസ്സിലാക്കാൻ വന്നിട്ട് അതിലൂടെ വൃത്തികേട് കാണിക്കുന്ന ആളുകൾ. ഞാനും വയനാട് ജില്ലയിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു സ്ത്രീയെ, ഫോണെടുക്കുന്ന സ്ത്രീയോട് വളരെ മോശകരമായി പെരുമാറിയ ഒരു ചങ്ങാതി ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2 കിഡ്നി പോയിട്ട് നമ്മുടെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ഒരു സഹോദരിയുടെ മുൻപിലേക്ക് വീഡിയോ കോളിലൂടെ വരാനും സഹായിക്കാം എന്നും പറഞ്ഞിട്ട് അവര് കാണിക്കുന്ന ഇത്രമാത്രം വൃത്തികേട്. മലയാളികളായ നമ്മൾ, ഈ നമ്പർ സുശാന്ത് നിലമ്പൂരിന്റെ പേജിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ പേജിൽ ഞാൻ കൊടുക്കാം. ഇങ്ങനെ ഇതാണ് ചോക്കൂ, ഒരാളെ സഹായിക്കാന്നും പറഞ്ഞിട്ട് ഇത്ര മോശകരമായ രീതിയിലൊക്കെ പെരുമാറുന്ന ആളുകൾ, തീർച്ചയായിട്ടും ഇവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ട്രൈ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 കിഡ്നിയും അതത്രമാത്രം സങ്കടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ ഒരു ആശ്വാസത്തിന്റെ തുണ്ട് കിട്ടുമെന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഉപകാരം കിട്ടുമെന്ന് കരുതിയിട്ട് അല്ലേ അവരോട് ഇത്ര മോശകരമായി. അവന്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: ഇങ്ങനെയും ചില കഴുകന്മാർ നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ കിഡ്നി രോഗം മൂലം ദുരിതം പേറുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു മുന്നേ ആ കുട്ടിയെ ഒരാൾ വിളിച്ചു സഹായിക്കണമെന്ന് പറഞ്ഞു. അതിന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. അയാൾ സഹായം പ്രതീക്ഷിച്ച് കോളെടുത്ത കുട്ടിക്ക് തുണി ഊരി കാണിച്ചു കൊടുക്കുകയുണ്ടായത്. ഈ കുട്ടി എന്നെ വിളിച്ച് കുറെ കരഞ്ഞു. ഇത്തരത്തിലൊരു സഹായം എനിക്ക് വേണ്ട ചേട്ടായി, വീഡിയോ ഡിലീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു എന്നോട് എന്നും പറഞ്ഞിട്ടാണ് സുശാന്ത് നിലമ്പൂരിന്റെ ഒരു പോസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് മനുഷ്യനായിരിക്കും ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഒരു മനുഷ്യർക്ക് കഴിയുമോ? മൃഗങ്ങൾ ഇവരെക്കാളും മാന്യരായിരിക്കും അല്ലേ? എത്രമാത്രം അധപ്പതിച്ച മനുഷ്യരായിരിക്കും. ഈ ചങ്ങാതിനെയൊക്കെ എന്തായാലും ഇവനെയൊക്കെ പിടിക്കുകയും ജനമധ്യത്തിൽ കൊണ്ടുവരികയും അവൻ്റെയൊക്കെ മുഖമടിച്ച് പൊട്ടിക്കുകയും വേണം. അവൻ ഇനി ഒരാളോടും ഇത്രമാത്രം വൃത്തിഹീനമായ പ്രവർത്തനം കാണിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ, എത്രമാത്രം സങ്കടകരമായ അവസ്ഥയാണ്, അത്രമാത്രം ദയനീയമായ അവസ്ഥ ഉള്ളത് കൊണ്ടാണ്
ഇത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണ് ഇവരെ പോലത്തെ ആളുകൾ സോഷ്യൽ മീഡിയയുടെ മുൻപിലേക്ക് വരുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ മുൻപിലേക്ക് വരുന്ന ആളുകളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അതിലൂടെ ലൈംഗിക ആസക്തിയോടെ, ലൈംഗിക ചുവയോട് കൂടിയിട്ട് ഇത്രമാത്രം മോശകരമായ രീതിയിൽ നോക്ക്, ഒരാൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന, ഇവന്റെയൊക്കെ മുഖം കാണിക്കാതെ ഇങ്ങനെ കാണിക്കുന്ന ഇവന്റെയൊക്കെ ഒരു മാനസിക സ്ഥിതി എന്തായിരിക്കാം? ഇവനൊക്കെ മനുഷ്യനാണോ? മൃഗങ്ങൾക്ക് ചീത്തപ്പേരാകും, ശരിയാണ്. മൃഗം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് ചീത്തപ്പേരാകും എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇവന്റെയൊക്കെ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഞാൻ ഇതിന്റെ ക്യാപ്ഷനായി കൊടുക്കാം. ഇവനൊക്കെ തെരുവിൽ നേരിടുന്നു. ഇവനൊന്നും ഒരു രീതിയിലും ഇവനെയൊന്നും പുറംലോകം കാണരുത്. അത്രമാത്രം വൃത്തിഹീനമായ ആളുകൾ. ഇനി അവനക്ക് അവന്റെ ലൈംഗിക ആസക്തി തീർക്കണമെങ്കിൽ എന്തൊക്കെ വഴികളുണ്ടാകാം? ഇത്രമാത്രം മോശകരമായിട്ടാണോ ആളുകളോട് പെരുമാറുക? അല്ലെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിളിച്ച ഉടനെ തന്നെ സംസാരിച്ചിട്ട് ഈ മാതിരി ചെറ്റത്തരം കാണിക്കുന്ന ആളുകളൊക്കെ എത്ര മോശകരമായ പ്രവർത്തനം ചെയ്യുന്നത്. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുക? ആ പോസ്റ്റ് കണ്ടപ്പോഴും ആ തലേ ദിവസം ഇന്നലെ ആ കുട്ടി കരഞ്ഞു പറയുന്ന കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടമായി നമുക്കൊക്കെ. ഇന്ന് എന്താ അറിയാ, എന്തോ ഒരു സങ്കടം. ഇങ്ങനെ അത്രമാത്രം സങ്കടപ്പെടുന്ന അവസ്ഥയിലൂടെയൊക്കെ പോകുന്ന ആളുകളോട് ഒരു പക്ഷേ ഇങ്ങനെ മെന്റാലിറ്റി ഉള്ള ആളുകളോട് പറയാണ്, ചെയ്യരുത്. നിങ്ങൾ ഇതൊരു രോഗമാണ്, എന്തോ ഒരു വലിയ രോഗത്തിന് അടിമയാണ് നിങ്ങൾ. ആ നമ്പർ എൻ്റെ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണേ. ആരെങ്കിലും കമന്റ് ആയി ഇടണം. 0, അതായത് +0 എന്നല്ലേ, 0096. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം. ആരെങ്കിലും കമന്റ് ചെയ്യണം. 0096 8795140447. 0096 8795140447. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഇത്രമാത്രം വൃത്തികെട്ട രീതിയിലൊക്കെ പെരുമാറുന്ന കഴുകന്മാരായ ആളുകൾ. ഇവർക്കൊന്നും മാതാപിതാക്കൾ ഉണ്ടാവില്ലേ? ഇവർക്കൊന്നും ഭാര്യ സന്താനങ്ങൾ ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയും ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ഇത്രമാത്രം വൃത്തികെട്ട ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. 00968795140447. ആ നമ്പർ നിങ്ങൾ മാക്സിമം. ഒരു രോഗിയായ ഒരവസ്ഥ വന്ന് പറഞ്ഞിട്ട് ആ കിഡ്നി പേഷ്യൻ്റായ ഒരു സ്ത്രീയോട് ഇത്രമാത്രം മോശകരമായിട്ട് ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് തുണി മാറ്റുമ്പോൾ എന്താണ് ഇവർക്ക് കിട്ടുന്നത്? നമ്മൾ വരുന്നത് ഇവർക്ക് എന്താ കിട്ടുന്നത്? എത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ നമ്പർ എടുത്തിട്ട് എത്രമാത്രം ഭയക്കണം ഇവരൊക്കെ. ഇവരുടെയൊക്കെ കൂടെ ആരെങ്കിലൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഒരു അയൽവാസിയെ പറഞ്ഞു വിടാൻ പറ്റുമോ? സ്വന്തം മകളെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഒരാളുടെ അസുഖത്തിനെ പോലും, ആ അസുഖം പോലും വകവെക്കാതെ ഇവരോടൊക്കെ ലൈംഗിക ആസക്തിയോട് കൂടിയിട്ടും ലൈംഗിക ചുവയോടൊക്കെ സംസാരിക്കുന്ന ആളുകൾ. എൻ്റെ ഈ കാണുന്ന 345 ആളുകളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്, ആ നമ്പർ, ഈ അബ്ദുസമദ് അടക്കമുള്ള ആളുകൾ ആ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ വിളിക്കാൻ കഴിയുമെങ്കിൽ വിളിക്കണം. അവരെ ഏതെങ്കിലും രീതിയിൽ കിട്ടുമെങ്കിൽ, ഒമാനിലുള്ള ഒരു പക്ഷേ ഫേക്ക് നമ്പർ ആയിരിക്കാം, എനിക്കറിയില്ല. എങ്കിലും ഇങ്ങനെ ഒരു നമ്പറിൽ നിന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് വളരെ മോശകരമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ എത്രമാത്രം നീചമായിട്ട്, ഇത് 1 തവണ 2 തവണയല്ല. ഇതിന് മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഫിറോസ് കുന്നുംപറമ്പിൽ ചെയ്തൊരു വീഡിയോയിലും ഇതേ ഇങ്ങനെയുള്ള ആൾ അയാളുടെ ലൈംഗികാസക്തി കാണിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു കാല് ഒടിഞ്ഞ അല്ലെങ്കിൽ കമ്പിയിട്ട ഒരു മനുഷ്യൻ, ആ വീട് ഞാൻ കെട്ടിക്കൊടുക്കാൻ ഏതോ ഒരു സ്ത്രീ, ആ സ്ത്രീയെ വിളിച്ചിട്ടൊരു ചങ്ങാതി അവരും ഡ്രസ്സ് അഴിക്കാനൊക്കെ പറഞ്ഞിട്ട് ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്പർ ഓഫാണോ?
റഷീദ് പറയുന്ന ആ നമ്പർ ഓഫാന്നുള്ള എല്ലാ ആളുകളും നിങ്ങൾ ആ നമ്പർ നിങ്ങളൊന്ന് മാക്സിമം ഫേസ്ബുക്കിൽ ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ആ നമ്പർ എത്തിക്കണം. അവനെ കിട്ടും, ആർക്കെങ്കിലും അവനെ കിട്ടും. അവൻ്റെ സൂക്കേട് മാറ്റണം. 0009687951447. നിങ്ങൾ ട്രൂ കോളറിൽ നിന്ന് അവനെ കിട്ടുന്നുണ്ടോ? ട്രൂ കോളറിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നോക്ക് നിങ്ങൾ, എത്രമാത്രം മോശകരമായ അവസ്ഥ, എത്രമാത്രം വൃത്തികെട്ട മനുഷ്യനാണ്. ഇങ്ങനെയും ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ, ആ കുട്ടിയുടെ കരച്ചിൽ കാണാൻ കഴിയില്ല. നോക്കൂ, ആ കുട്ടിയുടെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ, അവരുടെ അനുഭവം അവൾ പറയും. നോക്കൂ, ഇതാ പഞ്ചായത്ത് തലത്തിലൊക്കെ ഒരു മെമ്പർമാരോടൊക്കെ ചികിത്സക്ക് ചോദിച്ചാൽ എല്ലാവരോടും ചോദിച്ചത് നല്ലൊരു ബാത്റൂം പോലും ഇല്ല. എല്ലാവരും തരാന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നമുക്ക് കിടക്കാനൊരു വീട് പോലും ഇല്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. പഞ്ചായത്തിനൊന്നും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു വന്ന ഒരു സഹോദരിയുടെ മൊബൈലിലേക്ക് ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ പറഞ്ഞ അസുഖം ശരിയാണോന്ന് എനിക്കറിയണം, വീഡിയോ കോളിൽ വരാൻ പറഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് അത്ര മോശകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെയുള്ള മൃഗങ്ങളെക്കാൾ താണു കിടക്കുന്ന, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച ആളുകൾ, ഇത്രമാത്രം വൃത്തികെട്ട രീതിയിലൊക്കെ പെരുമാറുന്ന, മൃഗങ്ങളെ നാണിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരൊക്കെ എന്താ ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം ഒമാനിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് നമ്പർ ബേസ് നോക്കുമ്പോൾ അത് ഒമാനി നമ്പറാണ്. എൻ്റെ ക്യാപ്ഷനിൽ ഞാൻ ആ നമ്പർ കൊടുക്കും. കഴിയുന്ന ആളുകൾ ഇദ്ദേഹത്തെ ട്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ആളുകളുടെ മെസ്സേജ് ഉണ്ട് അത് ഓഫാണെന്നുള്ളത്. എന്തായാലും ഇത് ട്രേസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും രീതിയിൽ ഒമാനിലുള്ള സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകന്മാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് അതിൻ്റെ നമ്പർ എടുക്കാനോ അല്ല ഏതെങ്കിലും ഒരു രീതിയിൽ നമ്പർ എടുക്കാനോ അല്ലെങ്കിൽ നമ്പർ ഓഫായാലും ആളാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവനെയൊക്കെ തെരുവിൽ നേരിടണം. അമ്മയെയും മാതാപിതാക്കളെയും മക്കളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവനെ പോലെയുള്ള ആളുകളൊക്കെ സമൂഹത്തിൻ്റെ പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്കത് മനസ്സിലാവുകയുള്ളൂ. ആ പാവപ്പെട്ട കുട്ടി എന്നിട്ട് സുശാന്ത് നിലമ്പൂരിനെ ബന്ധപ്പെട്ട് പറയാണ്, ചേട്ടാ എനിക്ക് ഇങ്ങനെയാണ്, പൈസ വേണ്ട, എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കുന്നു. അത്രയും സങ്കടകരമായ അവസ്ഥയിൽ ആ കുട്ടി പൊട്ടിക്കരഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ പൊട്ടിക്കരഞ്ഞ ആ വീഡിയോ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കില്ലേ ഒരു പക്ഷേ ആ കുട്ടി സങ്കടത്തോട് കൂടിയിട്ട് ആ ഫോൺ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അത്രമാത്രം മോശകരമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ, ഇങ്ങനെയും സമൂഹത്തിൽ ഇത്രമാത്രം നീചന്മാരായ ആളുകൾ ഈ 2020 ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. ഇവനെയൊക്കെ തെരുവിൽ നേരിടണം, തെരുവിൽ തല്ലണം അവനെയൊക്കെ. തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളോടും നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യണം. ആ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഒമാനിലുള്ള ഗ്രൂപ്പുകളിലും എൻ്റെ പ്രിയപ്പെട്ട ഒമാനിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ നമ്പർ ഞാൻ കൊടുക്കും. എൻ്റെ ക്യാപ്ഷനിലായിട്ട് അവനെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒന്ന് അവൻ്റെ ഫോട്ടോയോ ഒന്ന് അവൻ്റെ കുടുംബത്തിനെയോ അവനെയോ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും അവൻ്റെ ചള്ള കൂട്ടി ഒന്ന് പൊട്ടിക്കണം. മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങളെ അവനെ കൈകാര്യം ചെയ്യണം. അത്രമാത്രം സങ്കടകരമായ ആളുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളോടും പറയാണ്, ഇതിൽ നിങ്ങൾ എന്തായാലും അത്രമാത്രം സങ്കടകരമായ അവസ്ഥ ഉണ്ടാക്കി ആ ചങ്ങാതിയെ പൊക്കാൻ മലയാളികളായ നമ്മൾ
മുന്നിട്ടിറങ്ങണം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ നമ്പർ ഉണ്ട്, അത് മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒമാനിയിലുള്ള സൗഹൃദങ്ങളിലേക്ക് എത്തിക്കണം. പ്രിയപ്പെട്ട ഒമാനിയിലുള്ള പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, നിങ്ങളുടെ ഒമാനിൽ ജോലി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, നമ്പർ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥ സുശാന്ത് നിലമ്പൂരി ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ സഹായിക്കാം എന്നും പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മൊബൈലിലേക്ക് വീഡിയോ കോളുക, ഞാൻ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മോശകരമായ രീതിയിൽ വസ്ത്രം ഊരിയിട്ട് വസ്ത്രം മാറ്റിയിട്ട് അത്രയും സങ്കടകരമായ അവസ്ഥയിലുള്ള ആ കുടുംബത്തിന് അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ട് ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ പൊക്കാൻ ആ മനുഷ്യൻ്റെ നമ്പർ നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവനെ നിങ്ങൾ ഈ ഒന്നുകിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും അവനെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നത് കൂടെ തന്നെ സോഷ്യൽ മീഡിയയുടെ മുൻപിൽ അവൻ്റെ മുഖവും അവനെയും കാണിക്കണം. അങ്ങനെ 5-6 ആളുകൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു ഭ്രാന്തമായ ആവേശമുള്ള ഭ്രാന്തമായ രീതി ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു 10 ആളുകളെ സോഷ്യൽ മീഡിയ വലിച്ചു കീറിയാൽ പിന്നെ ഒരാൾക്ക് തോന്നില്ല അങ്ങനെ ചെയ്യാൻ. എങ്ങനെയാണ് അവൻ്റെയൊക്കെ കൂടെ അവൻ്റെ മക്കളെ പറഞ്ഞു വിടാൻ പറ്റുമോ? അവനക്ക് മാതാപിതാക്കളെയും കുടുംബക്കാരെയും തിരിച്ചറിയാൻ പറ്റുമോ? അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഇവനൊക്കെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അവനെയൊക്കെ നേരായ രീതിയിൽ തന്നെ അവനോടൊക്കെ പ്രതികരിക്കാൻ കഴിയണം. 911 ആളുകൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട്. ഈ 910 ആളുകളോടും 11 ആളുകളോടും പറയാണ് സ്നേഹപൂർവ്വം, നിങ്ങൾ മനുഷ്യകുലത്തിന് അപമാനിക്കപ്പെടുന്ന അപമാനമുള്ള അവനെയൊക്കെ സോഷ്യൽ മീഡിയയുടെ സൈബർ ഇടത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അവനെ പോലെയുള്ള എന്താ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഞാൻ കൂടുതൽ പറഞ്ഞാൽ എന്താ പറയുക, അത് കുറഞ്ഞു പോകും ഇനി അവൻ പറഞ്ഞാൽ. അത്രമാത്രം സങ്കടമായിരുന്നു എനിക്കത് വായിച്ചപ്പോൾ. അപ്പം തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക. അവനെ പോലെയുള്ള ഞരമ്പ് രോഗികളായ ആളുകളെ സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടാൻ കഴിയണം. അത് ഏത് ജാതി ആയിക്കോട്ടെ, ഏത് വർഗമായിക്കോട്ടെ, ഏത് ഭാഷയായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ അവനെ സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ നമ്പർ മാക്സിമം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും മനുഷ്യരാകുന്നത്. തീർച്ചയായും എല്ലാ ആളുകളും ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്, വയനാട്.